ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 8, മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. ഇതൊരു സ്തുതിയുടെ സങ്കീർത്തനമാണ്. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുപാട് കാരണങ്ങൾ മനുഷ്യർക്കുണ്ട്. ഏറ്റവും അടിസ്ഥാനമായ കാരണം, ദൈവം നമ്മെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുവാനായിട്ട് നാം കടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നാം ഒന്നോർക്കണം, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതിൻ്റെ അധിപതികളായ മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. 8-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണ് ഉള്ളത്? എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, തൻ്റെ എല്ലാ കരവേലകൾക്കും ഉപരിയായി അവനെ സ്ഥാപിക്കുകയും ചെയ്തു. ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനപ്രകാരമാണ്: മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് തൻ്റെ എല്ലാ കരവയലുകളുടെയും മേലെ അധികാരം നൽകി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം നമുക്കറിയാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും 4 കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവം നേരിട്ട് നമ്മെ സൃഷ്ടിച്ചു. തൻ്റെ സകല സൃഷ്ടികളുടെ മേലെ മനുഷ്യന് അധികാരം നൽകി. ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ ആശീർവാദം, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.